Good afternoon. Good afternoon, ma'am. അമർന്ന എവിടെയായിരുന്നു ഇത്ര നേരം? നെറ്റ് പോയിട്ടുണ്ടായിരുന്നു. നെറ്റ് പോയിരുന്നോ? ഞാൻ കുറെ നേരമായി വെയിറ്റിംഗിൽ. ഇത്രയും നേരമായിട്ട് ആരും ജോയിൻ ചെയ്ത് കണ്ടില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് ഇതൊന്ന് ഇട്ടേക്കട്ടെ കേട്ടോ. ചാപ്റ്റർ ഒന്ന് 21. കേൾക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. അപ്പൊ 1:30 ക്ലാസ് ഞാൻ കേറി, അപ്പോഴേക്ക് നെറ്റ് പോയിട്ട് പിന്നേക്ക് ഒന്നും പറ്റിയില്ല. അതെ അല്ലേ? ഞാൻ വെയിറ്റിംഗിലായിരുന്നു. ആരും ഇല്ലാതെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ചാപ്റ്റർ CSSD കംപ്ലീറ്റ് ആക്കി അല്ലേ? കംപ്ലീറ്റ് ആക്കി. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എഴുതാം കേട്ടോ. എട്ടെണ്ണം എഴുതി. എത്ര എഴുതിയത്? 8 എഴുതിയായിരുന്നു അല്ലേ? ഓക്കെ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയോ, ഏത് എഴുതിയെന്നുള്ളത്? Which machine is for cleaning surgical tools? എട്ടെണ്ണം എഴുതിയോ? ഇത് after the CSSD layout should be designed in a unidirectional flow. അത് എഴുതിയായിരുന്നോ? ഇല്ല. അതെ എഴുതി. എത്രയാണ്? 8ാമത്തെ. Which machine is for cleaning surgical tools? Which machine? Ultrasonic washer. Okay. Next question എഴുതിക്കോട്ടെ. In ultrasonic washer machine, turns turns high frequency sound waves into dash. High frequency ultrasonic washer machine മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റി ചെയ്തേ. ആ വൈബ്രേഷൻസിന്റെ ഫലമായിട്ട് ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാകും. ആ ബബിൾസ് ആ ഇൻസ്ട്രുമെന്റ്സിൽ ചെന്ന് പതിക്കുമ്പോഴാണ് അത് ഡേർട്ടിയൊക്കെ അതിന് പോകുന്നത് അല്ലെ, വാഷ് ചെയ്യുന്നത്. ഓക്കെ, എഴുതിക്കോ മെക്കാനിക്കൽ വൈബ്രേഷൻ.
Mechanical vibration. Next question. After, next question, okay. After the tools are washed, after the tools are washed, they are dried, D-R-I-E-D. They are dried in oven dryer. They are dried in oven dryer and transferred to dash area. Transferred to dash area. After the tools are washed, they are dried in oven dryer and transferred to dash area. ഏത് ഏരിയയിലേക്ക് നെക്സ്റ്റ് പോകുന്നത്? Packing area. Okay, very good. Packing area. Okay, packing area. Next question. Clean, C-L-E-A-N-E-D. Cleaned and dried. Clean and dried instruments. Cleaned and dried instruments are packed before dash. Cleaned and dried instruments are packed before dash. ഏതിനു മുന്നേ പാക്ക് ചെയ്യണ്ടേ? Sterilization. Sterilization ചെയ്യുന്നതിന് മുന്നേ അവിടെ പാക്ക് ചെയ്യണം. Okay, very good. Sterilization. S-T-E-R-I-L-I-Z-A-T-I-O-N. Sterilization. Next question. Plastic bags are used for dash sterilization. Plastic ബാഗുകൾ ഏത് സ്റ്റെറിലൈസേഷനിലാണ് യൂസ് ചെയ്യുന്നത്? Ethylene oxide machine. ETO sterilization അല്ലെ? Ethylene oxide emission. അത് നമ്മൾ പറഞ്ഞു. ഈ നമ്മള് എന്താണ് ഓട്ടോക്ലേവിലൊക്കെ വെച്ചാൽ സ്റ്റെറിലൈസ് ചെയ്ത പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ചീത്തയായി പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ് ആയിട്ടുള്ളത്, പിന്നെ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ്, കത്തീറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മള് എൻഡോസ്കോപ്പി ചെയ്യുന്ന ട്യൂബ് അങ്ങനെയുള്ളതൊക്കെ നമ്മള് എന്താ പറയുന്നത്, അത് സ്റ്റെറിലൈസ് ചെയ്യുന്നത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ETO സ്റ്റെറിലൈസേഷനിലാണ്. പ്ലാസ്റ്റിക് ബാഗ്സ് യൂസ് ചെയ്യുന്നത് ഏതിനകത്താണ്? ETO സ്റ്റെറിലൈസേഷൻ, എഥിലീൻ ഓക്സൈഡ് മെഷീൻ. Okay, next one. Next question. After packing and sealing, after packing and sealing, the instruments are transferred for dash. After packing and sealing, the instruments are transferred for
dash. എന്തിനു വേണ്ടിയിട്ടാ ട്രാൻസ്ഫർ ചെയ്യുന്ന പാക്കിംഗ് സീലിംഗ് കഴിഞ്ഞിട്ട്? സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ആ പാരഗ്രാഫിൽ ലാസ്റ്റ് കിടക്കുന്നുണ്ട് ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് the instruments are transferred for sterilization. Okay. Next question. Dash is the most affordable affordable. Dash is the most affordable method of sterilization. Dash is the most affordable method of sterilization. Cost friendly method ഏതാണ്? ഏത് sterilization ആണ്? Steam sterilization. അത് steam sterilization. Autoclave ട്ടാ. Autoclaves ന്ന് എഴുതിയാൽ മതി. Flash sterilizer പിന്നെ അതുപോലെ തന്നെ അത് autoclave അത് physical method of sterilization ൽ വരുന്നതാണ്. Steam sterilization ൽ വരുന്നതാണ്, physical method ൽ വരുന്നതാണ്. ഇത് എഴുതുക autoclave എന്ന് എഴുതുക കേട്ടോ. Autoclave is the most affordable method of sterilization. Next one. Which of the following sterilization method is used for heat responsive and moisture responsive materials? Which of the following sterilization method is primarily used for heat responsive and moisture responsive material? ഏത് sterilization ആണ് ഓപ്ഷൻസ്? ഇവിടെ autoclave, ഓപ്ഷൻ എ autoclaves, ethylene oxide machine, option C flash sterilizer, option D none of the above. ഏതാ ഇതിനകത്ത് ഇങ്ങനെ തരുമ്പോ ഏതാ ആൻസർ വരുന്നേ? ethylene oxide machine. ഇവിടെ നോക്കുക, ഇവിടെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്നാണ് ഓപ്ഷനിലെങ്കിൽ അത് എഴുതണം കേട്ടോ. അവിടെ ഓപ്ഷൻ നോക്കി എഴുതണം. അതിനകത്ത് ഓപ്ഷൻസിൽ ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ തന്നിട്ട് അതിനകത്ത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്നും ഓപ്ഷനിൽ അങ്ങനെയാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ethylene oxide മെഷീന് പകരം കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്നാണെങ്കിൽ ഓപ്ഷനിൽ അതെടുത്ത് എഴുതാം. ethylene oxide machine or chemical gas sterilization. Option നോക്കി ആൻസർ എഴുതാറുണ്ട്. Next. After sterilization, the items are transferred to dash area. After sterilization,
The items are transferred to dash area. Sterilization കഴിഞ്ഞിട്ട് items എങ്ങോട്ടാ മാറ്റുന്നേ? Storage area. Storage area. Storage area. Storage area. Okay. Next question is dash is the principle. Dash is the principle to follow in the replacement of sterile materials. Dash is the principle to follow in the replacement of sterile material. അവിടെ ഏത് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പറഞ്ഞേ? സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽ FIFO അല്ലെ? FIFO ഫസ്റ്റ് ഔട്ട്. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അത് റീപ്ലേസ് ചെയ്യുന്നത്. FIFO ആണ് പ്രിൻസിപ്പിൾ. FIFO ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാട്ടോ. FIFO FIFO. Next question. ഏതാ? Dash is used to confirm CONFIRM. Confirm sterilization performance. Dash is used to confirm sterilization performance to verify the sterilization procedure. Dash is used to confirm sterilization performance to verify the sterilization procedures. ഏതാ? സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അവിടെ? ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഓരോന്നിന്റെ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അതാണ് ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഇവിടെ ആൻസർ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അവിടെ സെക്കൻഡ് സെന്റൻസ് നോക്കിയേ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു കൺഫേം ദ സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് ടു ദ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ. സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിലെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി സ്ഥിരീകരിക്കുക. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അപ്പൊ അതിനകത്ത് 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് CSST യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് തരുന്നില്ല. ഇവിടെ നമ്മൾ 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിച്ചത്? Clean for dirty exchange, system, വാട്ടർ സിസ്റ്റം. അപ്പൊ അതിന് നമ്മൾ ഓരോന്നിന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ തരും. എന്നിട്ട് നമ്മൾ അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ആ ഒരു ഫോർമാറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട് ഞാൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു? ഈ സ്റ്റേറ്റ്മെന്റ് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നത്? അപ്പൊ അതിനകത്ത് 4ന്റെയും ആ സ്റ്റേറ്റ്മെന്റ് നോക്കുക. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ മോക്ക് ടെസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തരുന്നില്ല ആ ഭാഗത്തുണ്ട്. പിന്നെ അടുത്തതും അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിലും ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അതും ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് ആണെങ്കിലും ചോദിക്കാം. അപ്പൊ ആ പോയിന്റ്സുകൾ പഠിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്.
അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് എന്നാണെങ്കിലും ചോദിക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ജോബ് റെസ്പോൺസിബിലിറ്റിയോ പറഞ്ഞത് CSST മാനേജറുടെ, അതും അതേ ടൈപ്പ് തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും എഴുതി ടൈം കളയണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSST മാനേജർ. ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നോട്ട് ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSST മാനേജർ എന്നാണെന്ന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് നോക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മുടെ 4th ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, CSST. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് 21 ആണ്, റേഡിയോളജി പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നെക്സ്റ്റ് എടുക്കാനുള്ളത്. ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും തന്ന് 4th ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി റേഡിയോളജി പോയിട്ടുണ്ടോ പറഞ്ഞ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില്? എന്താ റേഡിയോളജി എന്ന് പറയുന്നത്? എന്താ ഉള്ളില് ശരീരത്തിന് ഉള്ളിന്ന് എക്സ്റേ അങ്ങനൊക്കെ എക്സ്റേ എടുക്കുക. എക്സ്റേ എടുക്കുക, സ്കാൻ ചെയ്യുക, എന്തൊക്കെയാണ് റേഡിയോളജിയിൽ ചെയ്യുന്നത് അല്ലെ? അതെന്ന് പറഞ്ഞാൽ ശരിക്കും റേഡിയോളജി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റലിന്റെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ഹോസ്പിറ്റലിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് റേഡിയോളജി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. ഓക്കെ, എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റലിന്റെ ഒരു എസെൻഷ്യൽ ഭാഗമാണ്, എസെൻഷ്യൽ പാർട്ടാണ്, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒന്ന് വീണു, നമുക്ക് കൈക്ക് എന്തെങ്കിലും പറ്റി, അപ്പൊ നമ്മൾ വേഗം തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡോക്ടർ അപ്പൊ തന്നെ മരുന്ന് തരുവാണ് ചെയ്യുന്നേ. അപ്പൊ ഡോക്ടർ എന്താ പറയുന്നേ? പെട്ടെന്ന് തന്നെ ഡോക്ടർ പറയും എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും അല്ലെ? അപ്പൊ അവിടെ നമ്മള് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ റേഡിയോളജി ചെന്ന് നമ്മൾ എക്സ്റേ എടുത്ത് കഴിയുമ്പോഴാണ് എന്താണ് ശരിക്കും പറ്റിയേക്കുന്നത്, അത് അവിടെ പൊട്ടുണ്ടോ, എല്ലിന് പൊട്ടുണ്ടോ, സ്ക്രാച്ച് വീണിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് ഭാഗത്താണെന്ന് നമുക്ക് ഒരു സർജറി ഒന്നും കൂടാതെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? നമ്മൾ ആ എക്സ്റേ എടുത്ത് കഴിയുമ്പോ എക്സ്റേയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഏത് ഭാഗത്താണ് എത്രമാത്രം പൊട്ടുണ്ട്, ഇങ്ങനെയുള്ള വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ ബോൺസിന്റെ കേസിൽ മാത്രമല്ല, അല്ലാതെ നമ്മള് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ആണെങ്കിലും നമ്മള് ഇപ്പൊ പ്രഗ്നന്റ് ആണെങ്കിൽ ആദ്യം തന്നെ നമ്മള് സ്കാനിങ് പറയും അല്ലെ? അപ്പൊ നമ്മൾ ആ ഫീച്ചേഴ്സ് ഗുണത്തിന്റെ വളർച്ച എന്തോരം ഉണ്ട്, ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആണോ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ഈ സ്കാനിങ് സഹായിക്കും. അതുപോലെ തന്നെ ഓരോന്ന് ഇപ്പൊ വയറുവേദനയായിട്ട് ചെന്നപ്പോ തന്നെ MRI സ്കാൻ എടുക്കാൻ പറയും. ഇതൊക്കെ അപ്പൻഡിക്സ് ആണോ, അങ്ങനെ എന്തെങ്കിലും ആണോ, ഏത് രോഗമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് എന്താണെങ്കിലും. ഇപ്പൊ അതുപോലെ ന്യൂമോണിയ, ഇപ്പൊ നമുക്ക് പനി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കാൻ പറയും. അപ്പൊ അതങ്ങനെ നമ്മളത് ശരിക്കും വിഷ്വലാണ്. നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാലാണ് ഡോക്ടറിന് കറക്റ്റ് ആയിട്ട് എന്താണ് എന്നുള്ളത്, ആ ഡിസീസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് തരാൻ പറ്റത്തുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഹോസ്പിറ്റലിലെ എസെൻഷ്യൽ പാർട്ടാണ്. ഡോക്ടേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റുമോ നമുക്ക് ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏത് ഭാഗത്താണ് ഇത് വന്നേക്കുന്നത് അല്ലെ? പൊട്ട് ഉണ്ടോ, ബ്രേക്ക് ഉണ്ടോ എന്നുള്ളതൊന്നും കറക്റ്റ് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളത് ഇത് നോക്കിക്കഴിഞ്ഞാലാണ്, ഇപ്പൊ നമ്മളെ എല്ലിന്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് എക്സ്റേ എടുത്ത് നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് അറിയാം എവിടെയാണ് പൊട്ട് വന്നേക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഡോക്ടേഴ്സിന് കറക്റ്റ് ആയിട്ട് ആ ഭാഗം എവിടെയാണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാനും ആ ഡയഗ്നോസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും നടത്താനും പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത് ആ ഒരു എന്താണ് അതിന്റെ ഒരു ആവശ്യം എന്നുള്ളത്. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഡോക്ടേഴ്സിന് കറക്റ്റ് ആയിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നൽകണമെങ്കിൽ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വളരെയധികം ആവശ്യമാണ് അല്ലെ? പിന്നെ ഉള്ളിലുള്ള ഓർഗൻസ് ആണെങ്കിലും ഡോക്ടേഴ്സിന് പുറത്തു നിന്ന് നോക്കിയാൽ ഇപ്പൊ സ്കിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ?
അപ്പൊ അതുകൊണ്ട് ഉള്ളിലുള്ള ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളാണെങ്കിൽ സ്കാൻ ചെയ്യാൻ എന്തായാലും പറയും. ആ സ്കാനിങ് ചെയ്ത് ആ സ്കാനിങ് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് ആ ഡോക്ടറിന് കറക്റ്റ് ആയിട്ട് എന്ത് അസുഖമാണെന്ന് ഡയഗ്നോസിസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നടത്താനും പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് നോക്കിയേ, നമ്മുടെ നോട്ടിലേക്ക് നോക്കുക, ഇൻട്രൊഡക്ഷൻ നോക്കുക. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ എസെൻഷ്യൽ ആയിട്ടുള്ള, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്, അല്ലെ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ എന്താ ചെയ്യുന്നേ, അവിടെ ഡിസീസ് എന്തൊക്കെയാണെന്ന് നമ്മളത് സ്കാനിങ് ഒക്കെ ചെയ്ത് ഡയഗ്നോസ് ചെയ്യും. ഡയഗ്നോസ് ചെയ്തിട്ടാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് തരുന്നത്. ഓക്കെ, ഇനി അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു ഡയഗ്നോസ് ചെയ്യാനായിട്ട് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെഡിസിന്റെ ബ്രാഞ്ച് ആണ് റേഡിയോളജി എന്ന് പറയുന്നത് കേട്ടോ. ഡയഗ്നോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു മെഡിസിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. അതാ പറഞ്ഞത് മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ദാറ്റ് ഡീൽസ് വിത്ത് റേഡിയന്റ് എനർജി ഇൻ ദ ഡയഗ്നോസിസ്. അവിടെ എന്താണ്, റേഡിയന്റ് എനർജി ആണ് ഉപയോഗിക്കുന്നത്, വികിരണ ഊർജം, റേഡിയന്റ് എനർജി ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്. ആ ഡിസീസ് നമുക്ക് ട്രീറ്റ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും റേഡിയന്റ് എനർജി ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജീസ്. അപർണയുടെ എക്സ്റേ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപർണ? ഏതാ എക്സ്റേ ആണ് എടുത്തേക്കുന്നേ? MRI സ്കാൻ എടുത്തിട്ടുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞ ഒരു ലൈറ്റ് അല്ലേ റേഡിയന്റ് എനർജി. ഇപ്പൊ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഒരു ലൈറ്റ് ആണ് ഇങ്ങനെ നമ്മുടെ ദേഹത്ത് ഏത് ഭാഗമാണ് എക്സ്റേ എടുക്കേണ്ടത്. ഇപ്പൊ കാലാണെങ്കിൽ അവിടെ കാലെടുത്ത് വെക്കും, ആ ഭാഗത്തേക്കൂടെ ഒരു റേഡിയന്റ് എനർജി കടത്തി വിട്ടിട്ടാണ് നമ്മൾ അവിടെ നമുക്ക് ആ ഫിലിം കാണാലോ. ഇപ്പൊ ഫിലിം വേണ്ട, എക്സ്റേ ഫിലിം നമുക്ക് ഡയറക്റ്റ് തരുന്നില്ല, നേരെ അത് റെഫർ ചെയ്ത് ഡോക്ടറുടെ കമ്പ്യൂട്ടറിലേക്ക് പോയി ആ ഇമേജ് നേരെ ഡയറക്റ്റ് ഡോക്ടറിന് അവിടെ കാണാം. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതാ ഷീറ്റ് തരുമായിരുന്നു എക്സ്റേ എടുത്തിട്ട്, അല്ലെ? എക്സ്റേ ഷീറ്റ്, സ്കാനിങ്ങിന്റെ ഒക്കെ ഷീറ്റ് കണ്ടിട്ടില്ലേ, തന്നിട്ടില്ലേ? അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ തരുമായിരുന്നു, അപ്പൊ നമുക്ക് നോക്കാമായിരുന്നു. ഇപ്പൊ നേരെ ഡയറക്റ്റ് അത് ഡോക്ടേഴ്സിന് നേരെ സിസ്റ്റത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണ് ട്രീറ്റ് ഡീൽസ് വിത്ത് റേഡിയന്റ് എനർജി ഇൻ ദ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് അവിടെ റേഡിയന്റ് എനർജി ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജീസ്. ഇമേജിംഗ് ടെക്നോളജി അനുസരിച്ചാണ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. മെഡിക്കൽ ഇമേജിംഗ് ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, ടിഷ്യൂസ് ഓർ ഓർഗൻസ് ഫോർ യൂസ് ഇൻ ദ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസ് മോണിറ്ററിംഗ്. മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞ എന്താണ്, ഈസ് ദ വിഷ്വലൈസേഷൻ. നമുക്ക് നേരെ കാണാം ബോഡി പാർട്സുകൾ, ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ്, ഇതിന്റെയൊക്കെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഫോർ ദ യൂസ് ഇൻ ദ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസ് മോണിറ്ററിംഗ്. രോഗനിർണയം നടത്താൻ, ട്രീറ്റ്മെന്റ് നടത്താൻ, ഡിസീസ് മോണിറ്ററിംഗ്, ഡിസീസ് ഒക്കെ ഏതാണെന്ന് മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ് ആണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. The term medical imaging comprises of the following. ഏതൊക്കെയാണ് പല ടൈപ്പ് ഓഫ് മെഡിക്കൽ ടെക്നോളജീസ് എന്ന് പറയുന്നത്? മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ്. എക്സ്റേ ഫസ്റ്റ് വരുന്നതാണ് എക്സ്റേ. രണ്ടാമത്തെയാണ് അൾട്രാസൗണ്ട് സ്കാൻ, പിന്നെ അടുത്ത മൂന്നാമത്തെ CT സ്കാൻ, അടുത്തതാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ 4 പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ റേഡിയോളജിയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നത്. മെഡിക്കൽ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്നത് എക്സ്റേ ഉപയോഗിക്കും, അൾട്രാസൗണ്ട് ഉപയോഗിക്കും, CT സ്കാൻ, MRI സ്കാൻ. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് സ്കാൻ ആണ് കേട്ടോ. അൾട്രാസൗണ്ട് സ്കാൻ ആണ് റേഡിയോളജിയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, അൾട്രാസൗണ്ട് സ്കാൻ. നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് ആണ് എക്സ്റേ എടുക്കുന്നത്. എക്സ്റേ എന്ന് പറയുന്നത്
എക്സ്റേ കൂടുതലായിട്ട് പറയുന്നു ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ അസ്ഥി രോഗ വിഭാഗം, പെട്ടെന്ന് എല്ലിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ അല്ല പറയുന്നത്, എക്സ്റേ എടുക്കാനാ പറയുന്നത് അല്ലെ. ബോൺസിന് അത് പ്രത്യേകം പറയുന്നുണ്ട്, എക്സ്റേ ഈസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജസ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി, പെക്യുലിയർലി ദ ബോൺസ്. പ്രത്യേകിച്ച് ബോൺസിന്റെ കേസിൽ എക്സ്റേ ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളൊന്ന് വീണു, ജസ്റ്റ് വീണു, കാല് എന്തെങ്കിലും നമുക്കറിയാലോ, വേദനയോ അല്ലെങ്കിൽ പെട്ടെന്ന് നീരൊക്കെ വരുവാണെങ്കിൽ നമ്മൾ വേദന ചെയ്ത് ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ചെന്ന് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറയും എന്ത് ചെയ്യാൻ, എക്സ്റേ എടുക്കാൻ പറയും. എക്സ്റേ എടുത്ത് കഴിഞ്ഞാലാണ് എന്താണ് അവിടെ പറ്റിയിരിക്കുന്നത്, എല്ലിന് പൊട്ടുണ്ടോ, സ്ക്രാച്ച് ആണോ, എവിടെയാണ് എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്റേ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അത് വേദന ഉണ്ടോ എക്സ്റേ എടുക്കുമ്പോ? ഇല്ല. അതാണ് പെയിൻ ഫ്രീ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഒരു ജസ്റ്റ് ലൈറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകും അല്ലെ, എക്സ്റേ എടുക്കുമ്പോ ഒരു ലൈറ്റ് നമ്മുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യുന്നതല്ല, നമുക്ക് വേദനയോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല അവിടെ. ഓക്കെ. പ്രത്യേകിച്ച് ബോൺസിന്റെ കേസില് ബോൺസിന് പറ്റി കഴിയുമ്പോഴും ഡോക്ടർ പറയുന്ന എക്സ്റേ എടുക്കാനാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. പെക്യുലിയർലി ദ ബോൺസ്, പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യത്തിൽ എക്സ്റേ ആണ് പറയുന്നത്. ഇത് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ നെഞ്ചിന് എന്തെങ്കിലും മേൽക്കെട്ടൊക്കെ ആയിട്ട് പനിയൊക്കെ കൂടി ആയിക്കഴിഞ്ഞ ഡോക്ടർ അപ്പൊ തന്നെ എക്സ്റേ എടുക്കാൻ പറയും, ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കാൻ പറയും. അപ്പൊ നെഞ്ചിന്റെ ഇത് നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഈ നമുക്കെട്ടൊക്കെ കൂട്ടിയിട്ട് ന്യൂമോണിയ ആണോ അങ്ങനെയുള്ളതൊക്കെ അറിയാനായിട്ട് എക്സ്റേ, ചെസ്റ്റിന്റെ ആണെങ്കിലും എക്സ്റേ എടുക്കാൻ പറയും. പിന്നെ ഗ്യാസ്ട്രോ കൂടെ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും എക്സ്റേ ഇതൊക്കെ പറയാനുണ്ട്. മെയിൻ ആയിട്ട് ബോൺസിന് നമ്മൾ എക്സ്റേ തന്നെയാണ് പറയുന്നത്. ഓക്കെ, എടുക്കുന്നത് കേട്ടോ. ഇതാണ് എക്സ്റേയുടെ പറയുന്നത്, ഇസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ that is done to create images of the structures within the body, peculiarly the bones. പ്രത്യേകിച്ച് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ എക്സ്റേ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്
ഹലോ മാം. അപർണ, പോയോ? അതെ, നെറ്റിന്റെ പ്രശ്നം അവിടുത്തെ പ്രശ്നമാണല്ലേ? അതെ, വൈഫൈ എടുത്തിട്ട് കറണ്ട് പോണോണ്ടേ. ചാർജ് ഇല്ല അല്ലെ? വൈഫൈയിലാണോ ചെയ്തത്? വൈഫൈയിലാണ്, അപ്പൊ കറണ്ട് പോകുന്നോണ്ട് നെറ്റ് ബ്രേക്ക് ആയി പോവാണല്ലേ? ഓക്കെ, ഞാൻ വെയിറ്റിംഗിലായിരുന്നു. എന്തായാലും നമ്മുടെ ടൈം കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് വെറുതെ കളയണ്ടല്ലോ. അപ്പൊ എന്താണാവോ മറ്റുള്ള പിള്ളേര് കേറാത്തേന്ന് അറിയില്ലല്ലോ. എല്ലാവരും കേറിയാലല്ലേ നമുക്ക് ക്ലാസ് എന്തായാലും നമുക്ക് എന്താ റെക്കോർഡ് ക്ലാസ് കാണുന്ന ലൈവും നിൽക്കുന്നതിലും ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, മാക്സിമം നിങ്ങൾ ഈ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ തന്നെ കയറുക. കുറച്ച് കുട്ടികളാണ് നമ്മള് ലൈവിൽ കയറുന്നവര്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ മാക്സിമം നമുക്ക് ആ 1 മണിക്കൂർ റെക്കോർഡ് എന്തായാലും കണ്ടിന്യൂസ് നിങ്ങളിപ്പോ 1 മണിക്കൂറൊക്കെ ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പരിപാടിക്ക് പോകും റെക്കോർഡ് കാണാതിരിക്കുമ്പോൾ. ഇതിപ്പോ ലൈവ് ക്ലാസ്സിലാവുമ്പോൾ നമുക്ക് ആ 1 മണിക്കൂർ കറക്റ്റ് ആയിട്ട് ഇരിക്കാം. നിങ്ങൾ ക്ലാസ്സുകളാണെങ്കിലും നമുക്ക് ആ ഓർഡറിൽ തന്നെ പഠിച്ചും പോകാം. അതുകൊണ്ട് ചാർജ് എങ്ങനെയാ നെറ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ മാക്സിമം ക്ലാസ് മിസ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യണം കേട്ടോ. അല്ല, ഞാൻ ക്ലാസ് മിസ്സാവാറില്ല. ഇതിപ്പോ ഇന്ന് എന്താന്ന് അറിയില്ല, കറണ്ട് വന്നും പോയും കൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും. അപ്പൊ വേറെ ആണെങ്കിലും അപർണയുടെ കൂടെ പിന്നെ അവരൊക്കെ കേറാറുണ്ടല്ലോ ക്ലാസ്സിൽ. അശ്വിനി പറഞ്ഞിട്ട് ആ കുട്ടി അധികം കേറാറുണ്ട്. പിന്നെ 2-3 പേരാണ് സ്ഥിരം കേറുന്നവര് തന്നെ. അതാണ് എന്താണാവോ ഇതിപ്പോ വേറെ ആരെയും കണ്ടില്ല. അശ്വതി ടീച്ചറിന്റെ ക്ലാസ്സിലാണെങ്കിലും മോള് കേറിയായിരുന്നോ? കേറി അപ്പോഴേക്കും കറണ്ട് പോയിട്ട് പിന്നെ ടീച്ചറുടെ ക്ലാസ്സിനാണ് ഇപ്പൊ വരുന്നത്. അപ്പത്തേക്കും പിന്നെ നെറ്റ് പോയി അല്ലേ? അപ്പൊ അതുകൊണ്ട് ടീച്ചറിന് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ആരും ഇല്ലാതെ നമ്മളൊരു റെസ്പോൺസും ഇല്ലാതെ ക്ലാസ് എങ്ങനെയല്ല ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ടീച്ചറിന് ഇപ്പൊ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് അൾട്രാസൗണ്ട് ആയിരുന്നു പറഞ്ഞത്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റേഡിയോളജിയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അൾട്രാസൗണ്ട് സ്കാൻ. ഓക്കെ, അതിനകത്ത് നോക്കിയേ, high frequency sound waves make the image of soft tissues and internal organs. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആൻഡ് ഇന്റേണൽ ഓർഗൻസിൽ നല്ല ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഇമേജ് എടുക്കുന്നത്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ, നോൺ ഇൻവാസീവ് ആക്രമണാത്മകമല്ല, ഇതുകൊണ്ട് വേറെ ദൂഷ്യമൊന്നും ഇല്ല നമുക്ക്. ഇത് ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ഈ സ്കാൻ ചെയ്തുകൊണ്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും ഇല്ല. സേഫ് ആണ് ഇത്. ടു ഒബ്സർവ് ദ ഫീറ്റസ്. ഫീറ്റസ് എന്ന് വെച്ചാൽ എന്താ? ഭ്രൂണം. ഞാൻ പറഞ്ഞില്ലേ, പ്രഗ്നന്റ് ഒക്കെ ആയി കഴിയുമ്പോഴും നമ്മളത് ഇപ്പൊ ആദ്യം നമ്മൾ അറിയുമ്പോ തന്നെ നമ്മൾ സ്കാൻ ചെയ്യും. പിന്നെ 2 മാസം, പിന്നെ 5 മാസം, അങ്ങനെ സ്കാനിങ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ആണ്. എന്നുവെച്ചാൽ വളരെ സേഫ് ആണ്. നമുക്ക് ആ സ്കാൻ ചെയ്തുകൊണ്ട് കുട്ടിക്കോ അതിന് വേറെ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ചോദിക്കും, ഈ ഫീറ്റസ് ഒബ്സർവ് ചെയ്യാനായിട്ട് ഏത് ഇമേജിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്? ഏത് ഇമേജിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്? അൾട്രാസൗണ്ട് സ്കാൻ ആണ് കേട്ടോ. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ, സേഫ് ടു ഒബ്സർവ് ദ ഫീറ്റസ്. ബോൺസിന്റെ ആണെങ്കിലോ, ബോൺസിന്റെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്റേ ആണ് യൂസ് ചെയ്യുന്നത്. ഫീറ്റസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിനകത്ത് നോക്കി, ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ തല മുതൽ നമ്മുടെ കാല് വരെയുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ബോഡിയിലേക്കൂടെ കടത്തി വിട്ടിട്ട് രോഗനിർണയം നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ എല്ലുകളുടെ ഇത് നമുക്ക് ഈ സ്കാൻ ചെയ്യാൻ പറ്റില്ല. അൾട്രാസൗണ്ട് സ്കാന് എല്ലിന് വല്ല പ്രശ്നങ്ങളോ പൊട്ടലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ബോൺസിന്റെ കേസിൽ ഇത് ഈ അൾട്രാസൗണ്ട് സ്കാൻ പറ്റില്ല. അതാണ്. പിന്നെ അതിനകത്ത് ഈ അൾട്രാസൗണ്ട് സ്കാനില് ഈ സൗണ്ട് വേവ്സ് മാത്രമേ കടത്തി വിടുന്നുള്ളൂ നമ്മുടെ ബോഡി കൂടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റേഡിയേഷനും അവിടെ ഇല്ല. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അൾട്രാസൗണ്ട് സ്കാനിന്റെ. സൗണ്ട് വേവ്സ്, ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സുകളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റേഡിയേഷനും ഇല്ല. നമുക്ക് വളരെ സേഫ് ആണ്. ഫീറ്റസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ.
ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ് ഇത്. വളരെ ചീപ്പാണ്. അത്ര ഇപ്പൊ MRI ചെയ്യുന്ന അല്ലെങ്കിൽ CT സ്കാൻ ചെയ്യുന്നതിന്റെ അത്രയും കോസ്റ്റ് ആവില്ല. ചീപ്പാണ്. പിന്നെ അതുപോലെ തന്നെ സേഫ് ആണ്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും സേഫ് ആയിട്ടുള്ളതാണ്. ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ അതെങ്ങനെയാ നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നത് നോക്കിയേ. ട്രാൻസ്ഡേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെല്ല്. നമ്മളിപ്പോ കുട്ടീനെ നമ്മളെ പ്രഗ്നന്റ് ആയിട്ട് കുട്ടിയുടെ ഇത് നോക്കാനാണെങ്കിൽ നമ്മുടെ വയറിന്റെ മുകളിൽ ഒരു ജെല്ല് പോലത്തെ സാധനം ഇങ്ങനെ പറ്റും. ജെല്ല് പറ്റിയിട്ടാണ് നമ്മളത് സ്കാൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ആ ജെല്ലിന്റെ മുകളിൽ കൂടെ ഇതിങ്ങനെ ഇത് ഓടിക്കും. ആ മെഷീൻ ഇങ്ങനെ ഇത് ഓടിച്ചു കഴിയുമ്പോഴാണ് അത് നേരെ സ്ക്രീനിൽ ആ ഒരു ഭാഗത്തിന്റെ ഇമേജ് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് അത് ഉപയോഗിക്കാം. പിന്നെ അടുത്തത് മൂന്നാമത്തെയാണ് CT സ്കാൻ എന്ന് പറയുന്നത്. CT സ്കാൻ. ഈ CT സ്കാൻ എന്ന് വെച്ചാൽ എക്സ്റേയുടെ ഒക്കെ അതേ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ CT സ്കാനിൽ വരുന്നത്. എക്സ്റേയില് ഒരു ഡയമെൻഷനിൽ ഒരു കോണിൽ നിന്നുള്ള വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ CT സ്കാനിലാണെങ്കിൽ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ആ ഒരു ചിത്രം നമുക്ക് ഒരു ഇമേജ് ലഭിക്കും. അതാണ് എക്സ്റേയും CT സ്കാനും തമ്മിലുള്ള ഡിഫറൻസ്. എക്സ്റേ ആണെങ്കിൽ നമുക്ക് ഒരു കോണിൽ നിന്നുള്ള വ്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ CT സ്കാനിലാണെങ്കിൽ പല ആംഗിളിൽ നിന്നുള്ള ആ ഒരു ഇമേജസ് നമുക്ക് കിട്ടും. ഇതെന്ന് വെച്ചാൽ എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സമയം എന്ന് പറഞ്ഞ ടൈം വളരെ കുറച്ച് സമയം മതി. ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും നമുക്ക് CT സ്കാൻ എടുക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ഈ ഡയഗ്നോസിസ് ചെയ്യാനും പറ്റും. A CT scan not in the name of computer tomography. ഇത് സ്കാൻ. ഇത് ചോദിക്കും കേട്ടോ. CTയുടെ ഫുൾ ഫോം എന്താ? CT എന്ന് പറഞ്ഞ എന്താ? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ് CT സ്കാൻ എന്ന് പറയുന്നത്. Means of computer processed blend of many X-ray measurements from different angles to generate cross-sectional image of specific area of a object. ഇവിടെ എന്ന് പറഞ്ഞാൽ അതേപോലെ പല ആംഗിളിൽ നിന്നുള്ള ആ ഒരു ഇമേജസ് നമുക്ക് കിട്ടും. allowing the user to see inside the object without cutting. ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് എന്താ സർജറി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കട്ടിങ് ചെയ്യാതെ, വിത്തൗട്ട് കട്ടിങ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ബോഡിയിലുള്ള അത് ഇൻസൈഡിലുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. CT സ്കാൻ എന്ന് പറയുന്നത് അത് ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ഒരു ഇമേജ് നമുക്ക് അവിടെ കിട്ടും. CT സ്കാനിന്റെ എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെയാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. MRI സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് are used to view the structure and create three-dimensional image. Torn ligaments and tendons, other soft tissue abnormally invasive. ഇവിടെ നോക്കിയേ, ഇത് ഈ നമ്മളെ MRI സ്കാൻ എന്ന് പറഞ്ഞപ്പോ ബ്രെയിനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് സ്ട്രോക്ക് ഒക്കെ വരികയാണെങ്കിൽ, നടുവേദന അതൊക്കെ വരുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്ന MRI സ്കാൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഓർത്തോക്കാരൊക്കെ ഇത് ഉപയോഗിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ ഒരു എന്ന് വെച്ചാൽ MRIയിൽ എന്ന് വെച്ചാൽ സൗണ്ട്, നല്ല സൗണ്ട് കേൾക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ട്യൂബിക്കടെ നമ്മളിങ്ങനെ കടത്തിവിടുന്ന ഒരു ഇത് MRI ചെയ്തിട്ടുണ്ടല്ലോ. MRI ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്ന ഒരു അനുഭവം? ഒരു എന്താ പറയാ, ഒരു ഹോളിക്കടെ പോകുന്ന ഒരു ഫീൽ ആയിരുന്നു തോന്നിയില്ലോ? പേടി തോന്നിയോ? അവർക്ക്? അതെ. എന്ത് പറ്റിയിട്ടാ ചെയ്തത്? എന്തിനു വേണ്ടിയോ? അത് തലവേദന മാറാഞ്ഞിട്ട്. തലവേദന വന്നപ്പോ അല്ലെ MRI ചെയ്യാൻ പറഞ്ഞു. അത് കുറെ കാലമായിട്ട് മാറാതിരുന്നിട്ട് ചെയ്തതാണ്. ഏത് ഹോസ്പിറ്റലിലാണ് ചെയ്തേ? മൗലാന പെരിന്തൽമണ്ണ. ഓക്കെ. അപ്പൊ അത് ഫുള്ളായിട്ട് അവരുടെ ആ ട്യൂബിക്കടെ കടത്തി വിട്ടോ? അങ്ങനെയാണ് ചെയ്തത്. ഒരു ഇടുങ്ങിയിരിക്കുന്ന ഒരു ഇതുപോലെ തോന്നും അല്ലെ? അതിനുശേഷം അവർക്ക് ഇപ്പൊ MRI ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയോ ഇറങ്ങിയപ്പോ? ഇല്ല, കുഴപ്പമൊന്നും തോന്നിയില്ല. ഇടുമ്പോ അതിന്റെ ഇതൊക്കെ കാണുമ്പോഴുള്ള ഒരു പേടി എന്താണാവോ എന്നുള്ളൊരു വിഷയമൊക്കെ കാണുമ്പോ അല്ലേ? അപ്പോഴുള്ളൊരു പേടി മാത്രം.
പിന്നെ അവിടെയുള്ള ഇൻസ്ട്രുമെന്റ്സ് മെഷീൻസ് ഒക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു പേടിയാണ് MRI. പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ക്രിയേറ്റ് 3-dimensional image shows blood flow damage torn ligaments and tendons. ലിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിഗ്മെന്റ്സ് torn ligament, പൊട്ടിയ സന്ധികൾ എന്ന് പറഞ്ഞാൽ ഈ ഫൈബർ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് അറ്റാച്ച് ബോൺ ടു ബോൺസ്. രണ്ട് ബോണുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ഫൈബർ കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതർ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമലി ഇൻവാസീവ്. പിന്നെ ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്നായുക്കള്, മലയാളം സ്നായുക്കള്. സ്ട്രോങ് ഫ്ലെക്സിബിൾ ടിഷ്യൂ കണക്ട് അവർ മസിൽസ് ടു അവർ ബോൺസ്. മസിൽസും ബോൺസും ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ സ്ട്രോങ് ഫ്ലെക്സിബിൾ ടിഷ്യൂ ആണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. അവിടെ രണ്ട് വേർഡ്സ് ഉണ്ട്. ലിഗ്മെന്റ്സ് എന്ന് വെച്ചാൽ ഫൈബർ കണക്റ്റീവ് ടിഷ്യൂ അറ്റാച്ച് ടു ദ ബോൺസ് ടു ബോൺസ്. അവിടെ ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. ഫൈബേഴ്സ് കണക്റ്റീവ് ടിഷ്യൂ that attach bonds to bone. ഈ MRIയുടെ ഫുൾ ഫോം എന്താ അറിയോ? അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ, ഒന്ന് എഴുതി വെച്ചോ. MRI എന്ന് പറഞ്ഞാൽ മാഗ്നെറ്റിക് MAGNETIC മാഗ്നെറ്റിക് റെസൊണൻസ് RESONANCE മാഗ്നെറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. മാഗ്നെറ്റിക് റെസൊണൻസ് ഇമേജിംഗ് MRI. മാഗ്നെറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ് MRI എന്ന് പറയുന്നത്. MRI. ഓക്കെ, MRI സ്കാൻ. മാഗ്നെറ്റിക് റെസൊണൻസ് ഇമേജ്. MRI ഇതാണ് നമ്മൾ എന്താണ് എക്സ്പെൻസീവ് ആണ്. മറ്റേ നമ്മൾ CT അൾട്രാസൗണ്ട് സ്കാനിനൊക്കെ വെച്ച് നോക്കുമ്പോൾ MRI സ്കാൻ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് 3-dimensional ഇമേജ് കിട്ടുന്നു. സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് 3-dimensional ഇമേജ് ഷോസ് ബ്ലഡ് ഫ്ലോ ഡാമേജ്. ബ്ലഡ് ക്ലോട്ട് ആയിട്ടാണ് ബ്ലഡ് ഫ്ലോ ഡാമേജുകൾ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ, അതാണ് നമ്മുടെ സ്ട്രോക്ക് ഒക്കെ വരികയാണെങ്കിൽ, ബ്രെയിനിലൊക്കെ എന്തെങ്കിലും സ്ട്രോക്ക് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് MRI ചെയ്യാനായിട്ട് ഡോക്ടർ പറയുന്നത്. അപ്പൊ നമുക്ക് ആ സ്ട്രോക്ക് എവിടെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ ഓർത്തോക്കാര് ഉപയോഗിക്കുന്നു. പിന്നെ മുട്ടിന്റെ MRI ഒക്കെ, കാലുമുട്ട് വേദനയ്ക്കാണെങ്കിൽ മുട്ടിന്റെ MRI ഇതൊക്കെ എടുക്കാൻ പറയും. പിന്നെ ടോൺ ലിഗ്മെന്റ്സ്, പൊട്ടിയ ലിഗ്മെന്റ്സുകള്, സന്ധികള്. പിന്നെ അത് ടെൻഡൻസ് എന്ന് പറഞ്ഞ എഴുതിയിട്ടെല്ലാം സ്ട്രോങ് ഫ്ലെക്സിബിൾ ടെൻഡൻസ്, സ്നായുക്കൾ മലയാളം. സ്ട്രോങ് ഫ്ലെക്സിബിൾ ടിഷ്യൂ കണക്ട് അവർ മസിൽസ് ടു അവർ ബോൺസ്. അതാണ് ടെൻഡൻസ്. അതർ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമലി ഇൻവാസീവ്. പിന്നെ നമ്മൾ 4 ഇതാ പറഞ്ഞത് കേട്ടോ. 4 ഇമേജിംഗ് ടെക്നിക്സാ പറഞ്ഞത്. എക്സ്റേ പറഞ്ഞു, അൾട്രാസൗണ്ട് പറഞ്ഞു, CT സ്കാൻ പറഞ്ഞു, MRI സ്കാൻ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനാ പറഞ്ഞേക്കണേ. റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് 3 ഏരിയ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്താ? എന്തിനെ കുറിച്ചുള്ള പഠനം ഓങ്കോളജി എന്ന് പറഞ്ഞാൽ? ക്യാൻസർ. അതല്ലേ, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. അത് നമുക്ക് ക്ലാസിഫിക്കേഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് നെറ്റിന്റെ പ്രശ്നമൊക്കെ കാരണം കുറച്ച് ടൈം നമുക്ക് പോയി. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ നാളെയും മറ്റന്നാളും തേഴ്സ്ഡേയും ഫ്രൈഡേ ഉണ്ടല്ലോ, 2 ദിവസം ഉണ്ട്. അപ്പൊ നോക്കാം. അപ്പൊ ഇത് ഇത്രയും നോക്കാട്ടെ. 4 ഇമേജിംഗ് ടെക്നോളജീസ് നമ്മൾ പറഞ്ഞത്. എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. ഇത്രയൊന്നും നാളത്തേക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈകിട്ട് ഇതാട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.